സ്റ്റാർട്ടപ്പുകൾക്കെതിരെ മുഖം തിരിച്ച് പിണറായി സർക്കാർ. കഴിഞ്ഞ ഒരു വർഷം സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് വായ്പയായി നൽകിയത് 22 കോടി രൂപ മാത്രം. 114 സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് 22 കോടി രൂപ വായ്പയായി അനുവദിച്ചത്. രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. വിരളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനന്ദ, സ്റ്റാർട്ടപ്പുകൾക്കെതിരെ സംസ്ഥാന സർക്കാർ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ ഒരു വർഷം സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് വായ്പയായി നൽകിയത് 22 കോടി രൂപ മാത്രമാണ്. വിവരങ്ങൾ നിഖിൽ, കഴിഞ്ഞ ദിവസങ്ങളിലായി ശശി തരൂർ എം പി പറഞ്ഞൊരു വിവാദമായ പരാമർശമുണ്ടായിരുന്നു സ്റ്റാർട്ടപ്പുകളെ കുറിച്ച്. നമ്മുടെ പിണറായി സർക്കാർ വന്നതിന് ശേഷം സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ വൻ വർധനവുണ്ടായി എന്നൊരു പരാമർശം, ഒരു ലേഖനം തന്നെ ശശി തരൂർ എം പി പറഞ്ഞിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വിപരീതമായൊരു കണക്കുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരാവകാശ രേഖ പ്രകാരം സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ എത്ര പേർക്കാണ് അതിനുള്ള വായ്പ ലഭിച്ചത് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം പിണറായി സർക്കാർ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്ന് വെച്ചാൽ 2016 മുതൽ കഴിഞ്ഞ വർഷം ഡിസംബർ 14 വരെയുള്ള കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ വെറും 114 സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് KSIDC കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി വായ്പ ലഭിച്ചിട്ടുള്ളത്. അതിൽ വെറും 30 സ്ഥാപനങ്ങൾ മാത്രമാണ് ഈ വായ്പ തിരിച്ചടച്ചത്. മുഴുവനായി തിരിച്ചടച്ചത് 30 സ്ഥാപനങ്ങൾ മാത്രമാണ്. ഇനിയും 64 സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടയ്ക്കാനുണ്ട്. അവർ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഈ 114 സ്ഥാപനങ്ങൾക്കായി 22.58 കോടി രൂപ 22.58 ലക്ഷം രൂപയാണ് സർക്കാർ സ്റ്റാർട്ടപ്പുകൾക്കായി വായ്പയായി നൽകിയത്. KSIDC വഴിയാണ് ഈ വായ്പകൾ സംരംഭകരിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വായ്പകൾ തിരിച്ചടച്ചിട്ട് കൂടി എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്റ്റാർട്ടപ്പുകൾ പുതിയതായി ആരംഭിക്കാൻ പോകുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഇങ്ങനെ ഒരു സേവനം ലഭ്യമാകാതിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ ഇവിടെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. സ്റ്റാർട്ടപ്പുകൾ നിരവധിയാണ് നമ്മുടെ രാജ്യത്ത്. സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ കേരളത്തിൽ നിരവധി സ്റ്റാർട്ടപ്പുകൾ പുതിയതായി തുടങ്ങുന്നു എന്ന് കേരള സർക്കാർ തന്നെ, പിണറായി സർക്കാർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അതുപോലെ തന്നെ നിരവധി സമൂഹ മാധ്യമങ്ങളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്രയും കുറവിൽ 2016 മുതൽ ഇത്രയും വർഷത്തെ കണക്കുകൾ എടുക്കുമ്പോൾ വെറും 114 സ്ഥാപനങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ്, അത്രയും കുറവ് സ്ഥാപനങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇത്രയും വായ്പ അനുവദിക്കുന്നത്? അതും അവർ തിരിച്ചടച്ചിട്ട് കൂടി എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്ക് ഈ വായ്പാ തുക അല്ലെങ്കിൽ അവർക്കുള്ള സ്റ്റാർട്ടപ്പിനായുള്ള വായ്പാ തുക എന്തുകൊണ്ടാണ് നൽകുന്നില്ല എന്നൊരു ചോദ്യം കൂടെ നമ്മളിവിടെ ചോദിക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ എം പി പറഞ്ഞതൊക്കെ നാം കേട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ നമ്മൾ ശ്രവിച്ചതാണ്. അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. അതുപോലെ തന്നെ സർക്കാർ സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതലായി സ്റ്റാർട്ടപ്പുകളെ മുന്നോട്ട് നയിക്കാൻ കൂടുതലായി ശ്രമം നടത്തുന്നു എന്നൊരു പരാമർശം കൂടി ശശി തരൂർ എം പി പറഞ്ഞതാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം തീർച്ചയായിട്ടും വ്യതിചരിക്കുന്ന ഒരു രേഖകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ രേഖകൾ വെച്ച് നോക്കുമ്പോൾ 2016 മുതൽ വെറും 114 സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ വായ്പാ തുകയായ 22.58 ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നത്. അതിൽ 30 സ്ഥാപനങ്ങൾ ഈ തുക മുഴുവനായി തിരിച്ചു നൽകിയിരിക്കുന്നു. എന്നാൽ 64 സ്ഥാപനങ്ങൾ തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്റ്റാർട്ടപ്പുകൾ, ഇനി വരാൻ പോകുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ഒരു വായ്പാ തുക KSIDC നൽകുന്ന വായ്പാ തുക എന്തുകൊണ്ടാണ് ഇനിയും നൽകാതിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ നമുക്ക് എടുത്തു ചോദിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് സംജാതമായിരിക്കുന്നത്. പിണറായി സർക്കാർ തങ്ങൾ നൽകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെ ഞങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് എടുത്തെടുത്ത് ഓരോ പ്രസംഗത്തിലും അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങൾക്ക് അവധിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പിൽ നിന്ന് തുക ലഭിച്ചുകൊണ്ടിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ഇത് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ നൽകുന്നില്ല എന്നൊരു ചോദ്യം നമുക്കിവിടെ ചോദിക്കേണ്ടതാണ്. ഈ ഒരു വിവരാവകാശ രേഖ ഇപ്പോൾ പുറത്തു വന്നില്ലെങ്കിൽ ഈ കണക്കുകൾ എല്ലാം മൂടിപ്പോകുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ നമുക്ക്
ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ ഈ ഒരു മുന്നേറ്റം ഇനിയും 6200-200-ലേറെ സ്റ്റാർട്ടപ്പുകളാണ് നമ്മുടെ രാജ്യത്തെ ഇതുവരെ 2016 മുതൽ 2024 വരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 6200 സ്റ്റാർട്ടപ്പുകൾ അടുപ്പിച്ചാണ് നമ്മുടെ കേരളത്തിൽ പുതിയതായി തുടങ്ങിയിരിക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പുകളിൽ ഈ ഒരു വായ്പ ലഭ്യമായാൽ മാത്രമേ ഇവർക്ക് കൂടുതലായി ഇതിനോട് ഈ യുവാക്കളാണ് സ്റ്റാർട്ടപ്പുകൾ കൂടുതലായി തുടങ്ങുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ലഭിച്ചാൽ മാത്രമേ, അങ്ങനെ ഒരു സഹായമാണ് ഈ KSIDC വഴി സർക്കാർ ലഭ്യമാക്കിയിരുന്നത്. എന്നാൽ വായ്പകൾ കറക്റ്റായി ഇവർക്ക് ലഭിക്കാത്തത് നമുക്കൊരു ചോദ്യചിഹ്നമായി ഉന്നയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇവരോട് കണ്ണടയ്ക്കുന്നു എന്നൊരു ചോദ്യം കൂടെ നമുക്കിവിടെ ഉന്നയിക്കാൻ സാധിക്കുകയാണ് നിഖിൽ. ശരി ശ്രീനന്ദ, സ്റ്റാർട്ടപ്പുകൾക്കെതിരെ മുഖം തിരിച്ച് പിണറായി സർക്കാർ കഴിഞ്ഞ ഒരു വർഷം സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് വായ്പയായി നൽകിയത് 22 കോടി രൂപ മാത്രമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദ.